നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. വേൾഡ് കപ്പിന് 3 ദിവസങ്ങൾ ഫുട്ബോൾ ലോകം ആവേശത്തിൻ്റെ പരകൂടിൽ. എന്നാൽ സഹോദരങ്ങൾ, ചേട്ടനും അനിയനും വ്യത്യസ്ത രാജ്യങ്ങൾക്കായിട്ട് കളിക്കാൻ ഇറങ്ങുന്നു. ആ കണക്കുകൾ നമ്മൾ നോക്കുന്നു. ഒപ്പം ഒരേ രാജ്യത്തിന് കളിക്കുന്ന സഹോദരങ്ങളുമുണ്ട്. മൊത്തത്തിൽ ഏതൊക്കെ സഹോദരന്മാർ ഈ വേൾഡ് കപ്പിൽ കളിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അത് നമ്മൾ 2 വ്യത്യസ്ത രാജ്യങ്ങൾക്കായി കളിക്കുന്ന നിങ്ങൾക്ക് വളരെ പരിചിതരായ 2 സഹോദരങ്ങളെ പറ്റി പറയാം. ഒരാൾ ഇനാക്കി വില്യംസ്, മറ്റാൾ നിക്കോ വില്യംസ്. ഇനാക്കി വില്യംസും നിക്കോ വില്യംസും രണ്ടുപേരും ഒരുമിച്ച് സ്പെയിനിലാണ് വളർന്നത്. അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്ക് വേണ്ടി കളിക്കളം ഷെയർ ചെയ്ത് വളർന്നു വന്നവർ. എന്നാൽ ഇൻ്റർനാഷണൽ കരിയറിൽ അവർ വ്യത്യസ്തമായിട്ടുള്ള വഴികൾ തിരഞ്ഞെടുക്കുകയായിരുന്നു. നിക്കോ സ്പെയിനിനെ ഈ വേൾഡ് കപ്പിൽ റെപ്രസെൻ്റ് ചെയ്യും. നിക്കോ വില്യംസ് സ്പെയിനിൻ്റെ സുപ്രധാന താരമാണ്. അതേസമയം ഇനാക്കി ഘാനയ്ക്ക് വേണ്ടിയായിരിക്കും കളിക്കുക. സോ അവരുടെ പാരൻസിൻ്റെ ഹോംലാൻഡാണ് ഘാന. ഘാനയ്ക്ക് വേണ്ടി അദ്ദേഹം കളിക്കുന്നു. സോ ഈ 2 സഹോദരങ്ങൾ നേർക്ക് നേർ ഏറ്റുമുട്ടുന്ന അവസ്ഥ ഉണ്ടാകുമോ, മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് കണ്ടറിയണത്. 2 വ്യത്യസ്ത രാജ്യങ്ങൾക്ക് വേണ്ടി കളിക്കുന്നു. ഇനി കേൾക്കണം, ഡെസേഡു അറിയാലോ നിങ്ങൾക്ക് ആളാരാന്ന്? PSG സൂപ്പർ താരം, ഫ്രാൻസിൻ്റെ സൂപ്പർ താരം ഡെസേഡു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഗ്യുല ഡു കളിക്കാൻ ഇറങ്ങുന്നു ഐവറി കോസ്റ്റിനായിട്ട്. സോ 2 സഹോദരങ്ങൾ 2 വ്യത്യസ്ത രാജ്യത്തിനായിട്ട്. ഇതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോറി. ഡിസേഡു സ്വാഭാവികമായിട്ടും ഫ്രാൻസിന് വേണ്ടിയിട്ട് ഇത്തവണ പൊളിച്ചെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന താരമാണ്. ഇവർ 2 പേരും ഹൈവേറിയൻ ഹെറിറ്റേജുള്ള മാതാപിതാക്കളുടെ മക്കൾ, ഫ്രാൻസിൽ സെറ്റിൽഡായ കുടുംബം. 2 പേരും അവരുടെ ഫുട്ബോൾ ജേർണി ആരംഭിക്കുന്നത് ഫ്രഞ്ച് ക്ലബ്ബായിട്ടുള്ള സ്റ്റേഡ് റന്നസിലൂടെയാണ്. എന്നാൽ അവരുടെ കരിയർ വ്യത്യസ്ത ഡയറക്ഷനിലേക്ക് പോയി. ഡെസേർ PSG ഒരു ബ്രൈറ്റസ്റ്റ് സ്റ്റാർസ് റെപ്രസെൻറ്റിങ് ഫ്രാൻസ് എന്ന രൂപത്തിലേക്ക് വന്നു. എന്നാൽ ഗുയേല ഐവറി കോസ്റ്റിന് വേണ്ടി കളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്തായാലും ഇതിലൊരു റിമാർക്കബിളായിട്ടുള്ള ട്വിസ്റ്റ് സമീപകാലത്ത് നടന്നു. ഗുയേല ഫ്രാൻസിനെതിരെ കഴിഞ്ഞ ആ മത്സരത്തിൽ ഗോളടിച്ചത് നിങ്ങൾ കണ്ടില്ലേ? സോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ബ്രദർ ഫ്രഞ്ച് ടീമിലുള്ളപ്പോൾ എതിർ ടീമിനായിട്ട് അദ്ദേഹം ഗോളടിച്ചു. ഇനി ഇങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങൾക്ക് വേണ്ടി കളിക്കുന്നവരല്ലാതെ സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന, ഒരേ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന സഹോദരങ്ങളുണ്ട്. ലൂക്കാസ് ഹെർണാണ്ടസും തിയോ ഹെർണാണ്ടസും. വിശദീകരിക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫ്രാൻസിൻ്റെ 2 സൂപ്പർ താരങ്ങൾ ഒരിക്കൽ കൂടി അവർ വേൾഡ് കപ്പിൽ ഒരുമിച്ച് ടീമിനായിട്ട് കളിക്കാൻ ഇറങ്ങുന്നു. ലൂക്കാസ് ഓൾറെഡി കിരീടം ചൂടിയതാണ് 2018 ഫിഫ വേൾഡ് കപ്പിൽ റഷ്യയിൽ വെച്ച്. ഏതായാലും 2 പേരും ഇതവണ വേൾഡ് കപ്പിന് ഇറങ്ങാൻ പോകുന്നു. ദെൻ ഡെറിക് ലുക്കാസനും ബ്രിയാൻ ബ്രോബിയും നെതർലൻഡ്സിനും ഘാനയ്ക്കും വേണ്ടി അവർ കളിക്കാൻ പോകുന്നു. ഡെറിക് ലുക്കാസൻ, ബ്രിയാൻ ബോബി 2 പേരും ജനിച്ചത് നെതർലൻഡ്സിനായിരുന്നു. അവരുടെ ഫുട്ബോൾ കരിയർ വളർന്നത് ഡച്ച് യൂത്ത് സിസ്റ്റത്തിലൂടെയാണ്. എന്നാൽ ഇൻ്റർനാഷണൽ കരിയറിലേക്ക് വന്നപ്പോൾ ഡിഫറൻറ്റ് വഴികൾ അവർ തിരഞ്ഞെടുക്കുകയായിരുന്നു. ബ്രോബി ഡച്ച് നാഷണൽ ടീമിൽ, അതായത് നെതർലൻഡ്സിൻ്റെ നാഷണൽ ടീമിൽ ഇടം പിടിച്ചപ്പോൾ ലുക്കാസൻ ഘാനയെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. സോ വേൾഡ് കപ്പിൽ അദ്ദേഹം മറ്റൊരു ടീമിനായിട്ട് കളിക്കും. ഇനി ജോൺ ആൻഡ് ഹാരി സൗട്ടർ സഹോദരന്മാർ, ഒരാൾ സ്കോട്ട്ലൻഡിന് കളിക്കുന്നു, മറ്റൊരാൾ ഓസ്ട്രേലിയക്ക് വേണ്ടി കളിക്കുന്നു. സൗട്ടർ ബ്രദേഴ്സ് 2 പേരും ജനിക്കുന്നത് സ്കോട്ട്ലൻഡിലാണ്. 2 പേരും അവരുടെ കരിയർ ഡിഫൻഡേഴ്സ് എന്ന രൂപത്തിലാണ് വളർത്തിക്കൊണ്ടുവന്നത്. ഫാമിലി ഹെറിറ്റേജ് ഒരു മേജർ റോള് അവരുടെ ഇൻ്റർനാഷണൽ ഡിസിഷനിൽ വഹിച്ചിട്ടുണ്ട്. ജോൺ സ്കോട്ട്ലൻഡിന് വേണ്ടി കളിക്കാൻ തീരുമാനിച്ചു. ഹാരി ഓസ്ട്രേലിയക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. 2022 ഓൾറെഡി അദ്ദേഹം സോക്കറൂസിനെ വേൾഡ് കപ്പിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കുക, അടുത്ത 2 താരങ്ങൾ ലഡോസും ഡിറോയും, അതായത് ലഡോസ് ഡുറാറ്റെ, അതുപോലെ തന്നെ ഡിറോയ് ഡുവാറ്റെ. 2 പേരും ഡച്ച് കണക്ഷൻ ഉള്ളവരാണ്. അവർ കളിക്കുന്നത് കേപ്പ് വെർദയ്ക്ക് വേണ്ടിയിട്ടാണ്. ലഡോസും ഡിറോയും അവരുടെ ഫുട്ബോളിൻ്റെ മേജർ ഡെവലപ്മെൻറ്റ് കാലഘട്ടമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നെതർലൻഡ്സിലായിരുന്നു. അതിനുശേഷം അവർ ക്ലബ് ഫുട്ബോൾ അവിടുത്തെ ക്ലബ്ബുകളിൽ കളിച്ചു. ദെൻ യൂത്ത് നാഷണൽ ടീമുകൾക്ക് വേണ്ടി കളിച്ചു. അതിനുശേഷം അവർ കേപ്പ് വെർദയെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്യുകയായിരുന്നു. ഇനി അടുത്ത നോക്കണം, ക്വിൻ്റൻ ടിംബറും ജൂറിയൻ ടിംബറും, ഡച്ച് ടിൻസ്.
ക്വിൻ്റനും ജൂലിയനും അവർ അയാക്സിൻ്റെ അക്കാഡമിയിലൂടെയാണ് വളർന്നു വന്നത്. ഏതായാലും അവർ ഒരുമിച്ചാണ് അവരുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോയത്. ഇവഞ്ച്വലി അവർ ഡിഫറെൻറ്റ് ക്ലബ് പാത്തുകൾ തിരഞ്ഞെടുത്തു. ജൂലിയന് എന്തായാലും ആഴ്സണലിൻ്റെ കീ പ്ലെയറായിട്ട് മാറി. ക്വിൻ്റൻ ആണെങ്കിൽ മറ്റ് യൂറോപ്യൻ ഫുട്ബോളിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്തു. ടിംബർ ബ്രദേഴ്സ് ഏതായാലും അവരുടെ ആ ഒരു കളി ദേശീയ ടീമിന് വേണ്ടിയിട്ട് നെതർലൻഡ്സിന് തന്നെ കളിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. മുമ്പ് നെതർലൻഡ്സിൽ ഇങ്ങനെ സഹോദരങ്ങൾ നിങ്ങൾ ഓർമ്മയില്ലേ, റൊണാൾഡ് ഡി ബോയറും ഫ്രാങ്ക് ഡി ബോയറും അതുപോലെ തന്നെ റെനേയും പിന്നെ വില്ലി ഒക്കെ ഇതുപോലെ നേരത്തെ കളിച്ചിട്ടുണ്ട്. വാൻഡി കേക്കോഫുകാരുടെ കഥ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ഇനി ദേശീയ ടീമിനായിട്ട് കളിക്കാൻ വേണ്ടി പോകുന്നു. അത് നെതർലൻഡ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. പിന്നെ ജുനീഞ്ഞോയും ലിയാൻഡ്രോയും, അതായത് ജുനീഞ്ഞോ ബക്യൂഞ്ഞയും ലിയാൻഡ്രോ ബക്യൂഞ്ഞയും രണ്ടുപേരും കുർസാവോക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി പോവുകയാണ്. ജുനീഞ്ഞോയും ലിയാൻഡ്രോ ബക്യൂഞ്ഞയും രണ്ടുപേരും ജനിക്കുന്ന നെതർലൻഡ്സിലാണ്. അവരുടെ ഫാമിലി റൂട്ട്സ് കുർസാവോയിലാണ്. രണ്ടുപേരും അവരുടേതായിട്ടുള്ള റോള് കുർസാവോയുടെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനിൽ വഹിച്ചിട്ടുണ്ട്. ഇതാ വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി അവർ ഇറങ്ങുകയും ചെയ്യുന്നു. സോ സ്വന്തം ഒരുമിച്ച് ഒരേ രാജ്യത്തിന് കളിക്കുന്ന സഹോദരങ്ങളുണ്ട്, വ്യത്യസ്ത രാജ്യങ്ങൾക്ക് വേണ്ടി കളിക്കുന്ന സഹോദരങ്ങളുമുണ്ട്. കാത്തിരിക്കാം ഈ സഹോദരങ്ങളുടെ പോരാട്ടം എങ്ങനെയായിരിക്കും വേൾഡ് കപ്പിലെന്ന് അറിയാൻ വേണ്ടി. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റിഫ്ലക്ഷൻ എത്താം.